ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി. വെള്ളാപ്പള്ളിയുടെ ആലപ്പുഴയിലെ വസതിയിലാണ് എത്തിയത്. ഷൈജു ചേരുന്നു. ഷൈജു, വെള്ളാപ്പള്ളിയെ നേരിട്ട് ക്ഷണിക്കാൻ എത്തിയിരിക്കുന്നു. എല്ലാവരെയും മതനേതാക്കളെയെല്ലാം നേരിട്ട് പങ്കെടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എത്ര നേരം ഉണ്ടായിരുന്നു കൂടിക്കാഴ്ച? എങ്ങനെയാണ് SNDP ഇതിൽ പ്രതികരിക്കുന്നത്? ധന്യ 4 മണിക്കെത്തും എന്ന് അറിയിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൃത്യം 4 മണിക്ക് തന്നെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ എത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ക്ഷണക്കത്തും അതിനൊപ്പം ഭഗവത്ഗീതയും സമ്മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഇപ്പോൾ ഈ സന്ദർശന ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. 4 മണിയോടെ എത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരിട്ടെത്തി ക്ഷണിക്കുകയാണ്. മതനേതാക്കളെയെല്ലാം നേരിട്ടെത്തി NSS SNDP നേതാക്കളെയെല്ലാം നേരിട്ടെത്തി ക്ഷണിക്കുക എന്ന തീരുമാനത്തിലാണ്. അതിന്റെ ക്ഷണക്കത്ത് നൽകിയിരിക്കുന്നു. പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകേണ്ടത് വെള്ളാപ്പള്ളിയാണ്. അതിലുള്ള നിലപാട് അല്പസമയത്തിനകം അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കും അല്പസമയത്തിനകം വെള്ളാപ്പള്ളിയും ഒപ്പം PS പ്രശാന്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അയ്യപ്പനോടുള്ള വിരോധമാണ്. എന്ന് മാത്രമല്ല, ശബരിമല വിഷയത്തിലടക്കം ഭക്തരുടെ ഭാഗത്ത് നിൽക്കാത്ത സർക്കാരായിരുന്നു ഇത് എന്നുള്ളതാണ് അവിടെ ആരോപണം. അത് ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അവരത് പറയും, അവര് പറയണം. ഇതുകൊണ്ട് സെക്രട്ടറിയുടെ ഒരു അഭിപ്രായത്തിൽ എന്ത് പ്രയോജനമായിരിക്കും ശബരിമലയ്ക്ക് ഉണ്ടാകുന്നത്? ശബരിമലയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ വലിയ പ്രയോജനം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ഇതിനെ ചെറുതായി കാണരുത്. ഇത് വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോവുകയാണ്. നമ്മൾ ഈ അയ്യപ്പനെ മാത്രമായിട്ട് ഒതുക്കാതെ നിങ്ങളിതിൻ്റെ ഒരു വിശാല വീക്ഷണത്തെ നിങ്ങൾ ചിന്തിക്കുക. കോൺഗ്രസ്സുകാരായാലും BJPക്കാരായാലും ഇപ്പോൾ പിണറായി ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കുറ്റം പറയരുത്. അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പായിരുന്നല്ലോ ഈ സ്ത്രീ പ്രവേശനമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ നടന്നത്. എന്നിട്ട് 99 സീറ്റോട് കൂടി പിണറായി തന്നെ ജയിച്ചില്ലേ. അപ്പോൾ അതിനകത്തൊന്നും ഒരർത്ഥമില്ല. കാരണം ഈ സംഗമം നടക്കുന്നതോടുകൂടി ഇന്ന് ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ശബരിമല അറിയാം. ഇപ്പോൾ ഇത് നടത്തുന്നതോടുകൂടി ലോക പ്രസിദ്ധമാകുന്നു, കൂടുതൽ പ്രസിദ്ധി വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വരാൻ പോകുന്ന വലിയ ഭൗതിക സാഹചര്യങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വ്യാപകമായ രീതിയിൽ അവിടെ തയ്യാറെടുക്കാൻ പോവുകയാണ്. കോടാനുകോടി രൂപ അതിലേക്ക് മുടക്കാൻ സന്മനസ്സുള്ളവരും സർക്കാരും അതുപോലെ സ്പോൺസേഴ്സും തയ്യാറാകാൻ ഉള്ള സാധ്യത ഉള്ളതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടംപോലെ സമ്പത്ത് സ്വദേശം ഇവിടിപ്പോൾ വരുന്നവിടെ കേരളം, ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഇവിടെയാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വടക്കേണ്ടിയിൽ നിന്ന് കുറച്ച് പേര് വരും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഇന്ന് അയ്യപ്പനറിയാം. അയ്യപ്പ ഭക്തരുമുണ്ട്. അയ്യപ്പൻ്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. അതോടുകൂടി തന്നെ കേരളത്തിലേക്ക് എന്തുമാത്രം ഭക്തരെ, അതോടൊപ്പം തന്നെ എന്തുമാത്രം ഭക്തരെന്ന് മാത്രമല്ല, ഈ കേരളത്തിലല്ല ഇന്ത്യയിലേക്ക് തന്നെ വിദേശ പണം എന്തുമാത്രം വരും. നിങ്ങൾ എത്രയോ വണ്ടി ഓടുമ്പോൾ അതിന് ഇടയ്ക്ക് വരുന്ന ടാക്സ് എത്രയോ ഈ ഇന്ത്യ ഗവൺമെൻറ് കിട്ടും.
ഈ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്തുമാത്രം വണ്ടിയാണ് കൂടുതൽ ഓടാൻ പോകുന്നത്. പോട്ടെ, ഈ ഭക്തർ ഉപയോഗിക്കുന്ന മുണ്ടായിട്ട്, തോർത്തായിട്ട്, മാലയായിട്ട്, കർപ്പൂരമായിട്ട്, സാമ്പ്രാണിയായിട്ട്, ഇതുപോലുള്ള ചെറിയ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം എന്തുമാത്രം വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിന് ഒരുപാട് സമ്പത്ത് വിവിധ മേഖലയിൽ ഗവൺമെൻറ്റിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ലഭിക്കാൻ ഒക്കുന്ന വലിയൊരു ബൃഹത്തായ ഒരു സംരംഭമാണ്. ഇതിന് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെല്ലാനും കാണാനും ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഏക ക്ഷേത്രം ശബരിമല മാത്രമാണ്. അതിന് കക്ഷിരാഷ്ട്രീയം പറഞ്ഞ്, പിണറായിയെ പറഞ്ഞും, സ്ത്രീ പ്രശ്നം പറഞ്ഞും ഇന്ന് സമയം കളയേണ്ടതല്ല ആവശ്യം. അതിനോട് സഹകരിച്ച് അയ്യപ്പനോടുകൂടി ഭക്തിയോടുകൂടി പ്രവർത്തിച്ച് അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെ ചുമതലയും എല്ലാ ഭക്തരുടെയും ചുമതല. അതിന് തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ട് കൈയും കിട്ടി ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി സാങ്കേതികമായ ചില ചർച്ചകളും സംവാദങ്ങളും നടത്താനുള്ള അവസരം വരെ തരികയാണ്. അവസരത്തിൽ വരെ ആ യോഗത്തിൽ വരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ പറയും, അത് അവർ കേൾക്കും, പ്രായോഗികമായിട്ടുള്ളത് സ്വീകരിക്കും. അതിനെല്ലാവരും സഹകരിക്കുക. അവിടെ ഇവിടെ ഇരുന്ന് പത്രപ്രസ്താവന ഇറക്കിയിട്ട് കാര്യമുണ്ടോ? BJP-ക്കാരൊന്നും എതിർക്കൊന്നും വരെ പറഞ്ഞിട്ടില്ല, അവർ വരികയില്ലെന്ന് പറഞ്ഞിട്ടില്ല, അവർ അവിടെ വന്ന് നിസ്സഹരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. കുമ്മനത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്, ശരിയെന്ന് വെച്ചാണെന്ന് പറഞ്ഞില്ല. കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞങ്ങളാരും പോകരുതെന്നോ നിസ്സഹരിക്കുന്നൊന്നും പറയുന്നില്ല എന്ന് കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞില്ല, ഇന്ന് ഞാൻ കേട്ടില്ല.